AD 79 സംഭവിച്ച ഒരു പൊട്ടിത്തെറി, അതുമൂലമുണ്ടായ നഷ്ടങ്ങൾ, ജീവഹാനികൾ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. AD 79 വെസൂവിയസ് പർവ്വതം പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറി നടന്ന് നിമിഷങ്ങൾക്കകം ഹെർക്കുലേനിയത്തിലെ റോമൻ നിവാസികളിൽ ഭൂരിഭാഗവും മരണത്തിന് കീഴടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ചൂടുള്ള അഗ്നിപർവ്വത ലാവ പ്രശസ്തമായ ഇറ്റാലിയൻ അഗ്നിപർവ്വതത്തിന്റെ അരികിലൂടെ ഒഴുകിപ്പോയി. ഗ്രാമപ്രദേശങ്ങളിലൂടെ അവ പാഞ്ഞു കയറി പട്ടണത്തെ ആകെ മൂടി. നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ചൂടുള്ള ലാവ മൃതശരീരങ്ങളിലൂടെ ഒഴുകി നീങ്ങിയപ്പോൾ അവരുടെ ശരീരങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് 2 പുതിയ പഠനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ദ ട്രാജഡി ഓഫ് ഹെർക്കുലേനിയം. 1980കളിലും 90കളിലും ഹെർക്കുലേനിയത്തിൽ നടത്തിയ ഖനനങ്ങളിൽ സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനം, ഇതുമൂലം കൊല്ലപ്പെട്ട 300-ലധികം ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതലും പട്ടണത്തിന്റെ കടൽത്തീരത്തിനടുത്തുള്ള 1 ഡസൻ ശിലാഘടനകളിൽ നിന്നാണ്. ഒരുപക്ഷെ ടീസൈഡ് സർവകലാശാലയിലെ ജൈവ നരവംശ ശാസ്ത്രജ്ഞനായ ടിം തോംസൺ പറഞ്ഞതനുസരിച്ച് നെപ്പിൾസ് ഉൾക്കടലിലേക്ക് ബോട്ടുകൾ ഇറക്കി രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രത്യാശയിൽ ആളുകൾ ഈ നിലവറകൾക്ക് സമീപം ഒത്തുകൂടിയതാകാം. എന്നാൽ ബോട്ട് ഹൗസുകളിൽ ഉണ്ടായിരുന്നവരാണ് താരതമ്യേന വേഗത്തിൽ മരിച്ചത്. പൊട്ടിയൊലിച്ച ലാവ ഓരോ ഘടനയിലേക്കുമുള്ള പ്രവേശന കവാടം തടഞ്ഞു. കൂടാതെ അതിനുള്ളിലെ വായുവിന്റെ താപനില 400 ഡിഗ്രി സെൽഷ്യസ് എങ്കിലുമായി ഉയർന്നിരിക്കാം, ഒരുപക്ഷെ ഒരു വിറകടുപ്പിനേക്കാൾ കൂടുതൽ. എന്നാൽ ഇതിനെയൊക്കെ മറികടന്ന് പോംപെയിൽ പുരാവസ്തു ഗവേഷകർ വിചിത്രമായ 3D കാസ്റ്റുകളായി സംരക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആളുകളുടെ അവസാന മുഖഭാവങ്ങൾ പോലും അവ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഹെർക്കുലേനിയത്തിൽ ആകെ അസ്ഥികൂടങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇക്കാരണത്താൽ മരണശേഷം ഉടൻ തന്നെ ശരീരദ്രാവകങ്ങളും ടിഷ്യൂകളും വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുകയും അസ്ഥികൂടം നേരിട്ട് കത്തി ചൂട് ചാരമായി മാറുകയും ചെയ്യുമെന്ന് ഗവേഷകർ കരുതിയിരുന്നു. എന്നാൽ ഒരു പുതിയ പഠനം ആ ആശയത്തിന് വിരുദ്ധമാണ്. തോംസണും സഹപ്രവർത്തകരും ഹെർക്കുലേനിയം ബോട്ട് ഹൗസുകളിലെ 150-ലധികം അസ്ഥികൂടങ്ങളിൽ നിന്നുള്ള വാരിയെല്ലുകളുടെ സാമ്പിളുകൾ വിശകലനം ചെയ്തു. അതിശയകരമെന്ന് പറയട്ടെ, അസ്ഥികളിൽ ഇപ്പോഴും ഉയർന്ന അളവിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട്. അസ്ഥികൾ കത്തുമ്പോൾ താരതമ്യേന എളുപ്പത്തിൽ തകരുന്ന ഒരു പ്രോട്ടീനാണിത്. അതിനാൽ ഈ അസ്ഥികൾക്ക് വളരെയധികം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളൽ അനുഭവപ്പെടാൻ സാധ്യതയില്ല. ഈ വ്യക്തികൾ എങ്ങനെ മരിച്ചു എന്ന് പുനർവിചിന്തനം ചെയ്യാൻ ഇത് തങ്ങളെ വീണ്ടും നിർബന്ധിതരാക്കിയെന്ന് തോംസൺ പറയുന്നു. ബോട്ട് ഹൗസുകൾക്കുള്ളിൽ കുടുങ്ങിയ ആളുകൾ ചൂട് കൊണ്ടോ ശ്വാസം മുട്ടൽ മൂലമോ മരിച്ചുവെന്ന് അദ്ദേഹവും സഹപ്രവർത്തകരും കരുതി. പിന്നീട് അവരുടെ ശരീരം വേകാൻ തുടങ്ങി. ഇന്നത്തെ ആന്റിക്വിറ്റിയിൽ സംഘം വാദിക്കുന്നത് പോലെ ഇത് അസ്ഥികൂടം കത്തിക്കാതെ തന്നെ ചുട്ടെടുക്കുന്ന രീതിയിൽ ആയിരുന്നു. വെസൂവിയസ് പൊട്ടിത്തെറിച്ചപ്പോൾ നൂറുകണക്കിന് ഹെർക്കുലേനിയം നിവാസികൾ അടുത്തുള്ള ഒരു കടൽ തീരത്തേക്ക് ഓടിപ്പോയി. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പലരും മരിച്ചു. പൈറോക്ലാസ്റ്റിക് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്ന ഉരുകിയ പാറ, അഗ്നിപർവ്വത വാതകങ്ങൾ, ചാരം എന്നിവയുടെ തീവ്രമായ ചൂട് ഇരകളെ തൽക്ഷണം ബാഷ്പീകരിച്ചുവെന്ന് ചില വിദഗ്ധർ മുൻപ് നിഗമനം ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇരകളുടെ അസ്ഥികളിൽ നിന്ന് ശേഖരിച്ച പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ വിധി കൂടുതൽ ഇരുണ്ടതും നീണ്ടു നിൽക്കുന്നതുമായിരുന്നു എന്നാണ്. പൈറോക്ലാസ്റ്റിക് പ്രവാഹങ്ങളുടെ താപനില വളരെ കുറവായിരുന്നതിനാൽ കടൽ തീരത്തുള്ള ആളുകൾക്ക് മരണം തൽക്ഷണം സംഭവിക്കുമായിരുന്നില്ലെന്ന് ഗവേഷകർ കണക്കാക്കി. പകരം അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഇരകൾ അടുപ്പ് പോലുള്ള ബോട്ട് ഹൗസുകളിൽ കുടുങ്ങി വിഷപ്പുകയിൽ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നും ഗവേഷകർ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തു. AD 79 വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ആരും മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് സമീപ പ്രദേശങ്ങളായ പോംപെ, ഹെർക്കുലേനിയം, ഒപ്ലോണ്ടിസ്, ടാബിയ, ബോസ്കോറിയൽ എന്നിവിടങ്ങളിലെ നിവാസികൾ. വാസ്തവത്തിൽ അപകടകരമാം വിധം സജീവമായ ഒരു അഗ്നിപർവ്വതത്തിന്റെ നിഴലിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, വെസൂവിയസ് പൊട്ടിത്തെറിച്ചപ്പോൾ ഹെർക്കുലേനിയത്തിലെ നിവാസികൾ തങ്ങളുടെ അയൽക്കാരനായ പോംപെയെ വിഴുങ്ങാൻ നീങ്ങിയ ഭീതിതമായ മേഘം ഒരുപക്ഷെ കണ്ടിരിക്കാം. എന്നാൽ അതിന് സമാനമായ ഒരു വിധി തങ്ങളെയും കാത്തിരിക്കുന്നുവെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വെസൂവിയസ് ഉണ്ടാക്കിയ ആഘാതം ഹിരോഷിമയിലെ അണുബോംബിങ്ങിനേക്കാൾ കുറഞ്ഞത് 100,000 മടങ്ങ് വിനാശകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരാജയപ്പെട്ട രക്ഷാദൗത്യം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അവശിഷ്ടങ്ങളും ഹെർക്കുലേനിയത്തിൽ നിന്ന് കണ്ടെത്തി. ചരിത്രകാരനും നാവിക കമാൻഡറുമായ പ്ലിനി ദി എൽഡർ അദ്ദേഹത്തെ അയച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അദ്ദേഹത്തിന്റെ ഉയർന്ന പദവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ് അദ്ദേഹത്തിന്റെ കഠാരയും സ്വർണ്ണ നാണയങ്ങളും, കൂടാതെ അലങ്കരിച്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബെൽറ്റ് എന്നിവയൊക്കെ. മരപ്പണിയിൽ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബാഗ് ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ദൗത്യം ഫലവത്തായില്ല.